ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയാസ്. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു ഫ്ലവറിന്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം ഇത് ഓർഗൻസ റിബൺ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പിങ്ക് കളറിലുള്ള ഓർഗൻസ ആണ് കേട്ടോ. അപ്പം ഈ ഒരു ഫ്ലവർ നമുക്ക് ഹെയർ ബോയിലും ഹെയർ ക്ലിപ്പിലും അതേപോലെ തന്നെ സെന്റർ ക്ലിപ്പിലും ഒക്കെ നമുക്ക് ഫിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അതിനായിട്ട് ഇവിടെ ഓർഗൻസ റിബൺ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സൂചിയാണ്. അപ്പൊ സൂചി എടുക്കുമ്പോൾ കുറച്ച് വലിയ ഐയുള്ള സൂചി നോക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നീളത്തിലുള്ള സൂചി നോക്കി നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ റിബൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അറ്റം ലൈറ്റർ വെച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. അപ്പൊ ഇത് ഓർഗൻസ റിബൺ ആയത് കാരണം തന്നെ പെട്ടെന്ന് ഉരുക്കി പോകും കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കുറച്ച് അകലെ പിടിച്ചിട്ട് വേണം നമ്മൾ ഉരുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു റിബണിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ ആണ് കേട്ടോ. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതേപോലെ നമ്മൾ സൂചി കൊണ്ട് ഒന്ന് ഇതുപോലെ കയറ്റിയെടുക്കണം കേട്ടോ. അപ്പൊ സൂചിയിൽ നൂലൊന്നും കോർത്തിട്ടില്ല കേട്ടോ നമ്മള്. ഇതേപോലെ നമ്മള് ഓരോ മടക്കാക്കിയിട്ട് ഇതുപോലെ സൂചി കയറ്റിയെടുക്കാൻ കേട്ടോ. അപ്പൊ കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പൊ ആദ്യം നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റാണ് എടുത്തു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കഴിയും തോറും കുറച്ച് വലിയ വലിയ പ്ലീറ്റ് ആയിട്ട് എടുത്തു കൊടുക്കും. അപ്പൊ ലാസ്റ്റ് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. ആ ഒരു ഓരോ പ്ലീറ്റിന്റെയും ആ ഒരു ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. ഏറ്റവും ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ഏറ്റവും ചെറുത്, പിന്നെ കുറച്ച് വലുതായിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പൊ നമ്മൾ ആദ്യത്തെ ആ ഒരു പ്ലേറ്റുകൾ കണ്ടില്ലേ? ആദ്യത്തെ ചെറുതാണ്, പിന്നെ കുറച്ച് വലുതായിട്ടാണ് ആ ഒരു പ്ലേറ്റ് വരുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് ആ ഒരു റിബൺ സ്റ്റാർട്ട് ചെയ്ത ഭാഗമല്ലേ, അതിന്റെ അറ്റം നമ്മൾ ആ ഒരു സൂചിയുടെ ഐയുടെ ഉള്ളിൽ കൂടെ എടുക്കണം കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു സൂചി ഒരു സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഐ കുറച്ച് വലിയതായിട്ടുള്ള സൂചി നോക്കി സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പൊ അതിന്റെ ആ ഒരു അറ്റം അതിൽ കയറിയിരിക്കാനായിട്ട് നമ്മൾ ഒന്ന് ചരിച്ചിട്ടൊന്ന് ആ റിബണ് വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു ഭാഗം ലൈറ്റർ വെച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പൊ ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുത്താൽ മതി കേട്ടോ, നൂലൊന്നും വിട്ടുപോരാതിരിക്കാനായിട്ടാണ്. ഇനി ഇതേപോലെ ആ ഒരു റിബണിന്റെ അറ്റത്ത് ആ ഒരു സൂചിയുടെ ഹോളിൽ കൂടെ ഇതുപോലെ കയറ്റിയെടുക്കണം കേട്ടോ. അപ്പൊ കുറച്ച് ലെങ്തിലൊന്ന് വലിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു ഗ്യാപ്പിൽ നിന്ന് പോരും കേട്ടോ ആ ഒരു റിബൺ. എന്നിട്ട് ഇതേപോലെ നമ്മൾ സൂചിനൊന്ന് തിരിച്ചു കൊടുക്കാൻ കേട്ടോ. ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റി കൊടുക്കുക. അപ്പൊ ഇത് ഇങ്ങനെ ഓരോ പെറ്റൽസിന്റെ ഷേപ്പിലേക്ക് ആ ഓരോ പ്ലീറ്റ്സും വരും കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് ഇതുപോലെ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ടൈറ്റ് ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, സൂചി ഒന്ന് ടൈറ്റ് ആയിട്ട് തിരിയുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ സൂചി പതുക്കെ ഒന്ന് പൊക്കി കൊടുക്കാം കേട്ടോ മേലേക്ക്. പതുക്കെ ഒന്ന് പൊക്കി കൊടുത്തിട്ട് പിന്നെയും തിരിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് തിരിഞ്ഞോളൂ. അപ്പൊ കണ്ടില്ലേ, ഇപ്പൊ ആ ഒരു പ്ലീറ്റ്സ് ഇതുപോലെ ഓരോ പെറ്റൽസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു സൂചിനെ പതുക്കെ നമ്മൾ താഴേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പതുക്കെ പതുക്കെ അനക്കിയിട്ട് വലിച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ള ഈ ഒരു 3 പ്ലീറ്റ്സ് കണ്ടല്ലോ, ഈ ഒരു 3 അറ്റങ്ങൾ അത് ഒക്കെ ഒരേ ഭാഗത്തേക്കായിട്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ 3നും 3 സൈഡിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരിക്കും കാണാനായിട്ട്. അതുപോലെ നീക്കി നീക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ കുറച്ചും കൂടെ ഭംഗിയുണ്ടായിരിക്കും കാണാനായിട്ട്. ഒക്കെ ഒരു ഭാഗത്ത് തന്നെ കൂടിയിരിക്കുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഓരോന്നിനും പല സ്ഥലങ്ങളിലേക്കായിട്ട് പല സൈഡുകളിലേക്കായിട്ട് ഇതുപോലെ തിരിച്ച് തിരിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ഒരു സൂചി വലിച്ചെടുത്തപ്പോഴുള്ള ഒരു റിബൺ ഉണ്ടല്ലോ, ആ ഒരു തുമ്പ് ഇതുപോലെ ലൈറ്റർ വെച്ചിട്ട് ഉരുക്കിയിട്ട് ആ ഒരു ഫോൾഡിലേക്ക് നമ്മൾ അതിനെ ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ ഉരുക്കി ഉരുക്കി കുറച്ച് കൊണ്ടുവരിക. എന്നിട്ട് ലാസ്റ്റിൽ നമ്മൾ ഒന്ന് അമർത്തി കൊടുക്കുക, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതുപോലെ. അപ്പൊ അത് ആ ഒരു റിബണിലേക്ക് ഒട്ടിയിരുന്നോളൂ കേട്ടോ. ഈ ഫ്ലവറിൽ ഇതുപോലെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ല ഭംഗിയിൽ വരും കേട്ടോ.
ഇനി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് എക്സസ് ആയിട്ട് വന്നിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ അത് കുറച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ഉരുക്കിയിട്ട് ആ ഒരു ഏറ്റവും ലാസ്റ്റിൽ കാണുന്ന ഒരു പ്ലേറ്റിന്റെ ഉള്ളിലേക്കാക്കിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഉരുക്കുമ്പോൾ ശ്രദ്ധിക്കണം, മുകളിലുള്ള പ്ലേറ്റ്സ് ഒക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് വേണം ഇതുപോലെ ഉരുക്കിയെടുക്കാനായിട്ട് കേട്ടോ, അല്ലെങ്കിൽ അതൊക്കെ ഉരുക്കി പോകും. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ഈ ഒരു ഫ്ലവറിന്റെ ഓരോ പ്ലീറ്റ്സിന്റെ ഇടയിലായിട്ട് നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഗ്ലൂ ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു ഫ്ലവർ തിരിഞ്ഞൊക്കെ പോകും, ആദ്യത്തെ ആ ഒരു രീതിയിലേക്കൊക്കെ വരും കേട്ടോ. അപ്പോൾ അത് ആ ഒരു ഫ്ലവറിന്റെ കറക്റ്റ് ഷേപ്പ് കുറേ കഴിഞ്ഞാൽ കിട്ടണം എന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്ലൂ ചെയ്തിട്ട് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് അത് നീങ്ങാതെ കറക്റ്റായിട്ട് ആ ഒരു ഫ്ലവറിന്റെ പെറ്റൽസ് ഒക്കെ കറക്റ്റ് ഇരുന്നോളും. അപ്പം ഇതേപോലെ എല്ലാത്തിൻ്റെയും ഇടയിൽ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഏതെങ്കിലും ഒരു 3-4 പീസിന്റെ ഇടയിൽ അതുപോലെ ഓരോരോ സൈഡുകളിലായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഫിക്സ് ആയിട്ട് അവിടെ ഇരുന്നോളും. അപ്പം ഈ ഒരു ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം, ഈ ഒരു സ്റ്റെപ്പ് കേട്ടോ. അപ്പം ഇത് മറന്നു പോകരുത്. അപ്പം ഇത് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ഫ്ലവർക്ക് തിരിഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലവറിന്റെ ഒരു 5-6 ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ ഗ്ലൂ ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ലാസ്റ്റിൽ കാണുന്ന ആ ഒരു പ്ലേറ്റ് കുറച്ചുകൂടെ ഒന്ന് പുറത്തേക്ക് ഓവറായിട്ട് തള്ളി നിൽക്കുന്നത് കാരണം കേട്ടോ അത് ഞാൻ ഗ്ലൂ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ പണി കേട്ടാ. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയുള്ള ഒരു ഫ്ലവർ ആണ്. ഇതുപോലെ 3 ഇവിടെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു ഫ്ലവർ തന്നെ അലിഗേറ്റർ ക്ലിപ്പിൽ വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ഹെയർ ബണ്ണിൽ അത്ര നല്ലതായിരിക്കില്ല കേട്ടോ, ചിലപ്പോൾ പെട്ടെന്ന് അത് വിട്ടു പോരുന്നതായിരിക്കും. അപ്പൊ ഇതുപോലത്തെ അലിഗേറ്റർ ക്ലിപ്പിൽ, ചെറിയ അലിഗേറ്റർ ക്ലിപ്പിലാണ് കേട്ടോ കുറച്ചുകൂടി വെച്ച് നോക്കിയിട്ട് ഭംഗി ഉണ്ടായിരുന്നത് കാണാനായിട്ട്. അപ്പൊ ഇത് 3 സെന്റിമീറ്ററിന്റെ അലിഗേറ്റർ ക്ലിപ്പാണ്. ആദ്യം കാണിച്ചത് 4.5 സെന്റിമീറ്ററിന്റെ ആണ് കേട്ടോ. അപ്പൊ ഇതിൽ കാണുന്നത് കുറച്ചുകൂടെ കാണാൻ ഭംഗിയുള്ള കേട്ടോ ഈ ഒരു ക്ലിപ്പിലേക്ക്. അപ്പൊ ഈ ഒരു ഫ്ലവർ ഞാൻ ഈ ഒരു ഓർഗൻസ റിബണിൽ മാത്രമാണ് ചെയ്ത് നോക്കിയിട്ടുള്ളത് കേട്ടോ. സാറ്റിൻ റിബണിലൊന്നും ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടമുള്ളവർ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സ് നമുക്ക് ഇതേപോലത്തെ സാറ്റിൻ കവേർഡ് ആയിട്ടുള്ള ഹെയർ ബോൾ വെച്ച് കൊടുക്കാം. അതേപോലെ ഓർഗൻസ വെച്ചിട്ട് കവർ ചെയ്തിട്ടുള്ള ഹെയർ ബോളൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കി നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് മോഡൽസാണ് ഇഷ്ടമെന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അതേപോലത്തെ മോഡൽസൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷൻ ചോദിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഈ ഒരു 3 ഫ്ലവേഴ്സായിട്ട് നമുക്കൊരു സെൻറ്റർ ക്ലിപ്പിലൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാം കേട്ടോ.